മക്കളെ, സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിലെ 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നത്. ഓക്കെ, എ സോളിഡ് ഈസ് മെയ്ഡ് ബൈ ഫിക്സിംഗ് എ ഹെമിസ്ഫിയർ ഓൺ ദി ഫ്ലാറ്റ് ഫേസ് ഓഫ് എ കോൺ. Common radius is 6 cm and total height is 14 cm. Find the following. Okay, നോക്കാം. Height and slant height of the cone, volume of the solid, total surface area of the solid. ഒരു വൃത്തസ്തൂപികയുടെ പരന്ന പ്രതലത്തിൽ ഒരു അർദ്ധഗോളം ഘടിപ്പിച്ച രൂപത്തിലുള്ള ഘനരൂപമാണ് ചിത്രത്തിൽ. പൊതുവായ ആരം 6 ആണ്. ഇവിടെ 6 ആണ്, അപ്പോൾ ഇവിടെ 6 വന്നു. ഇപ്പോൾ ടോട്ടൽ 14 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാം ഇത് എത്രയായിരിക്കും? 8 ആണ്. അതാണ് ചോദിച്ച ആദ്യ ക്വസ്റ്റ്യൻ. ഹൈറ്റ് അഥവാ വൃത്തസ്തൂപികയുടെ ഉയരം നമുക്ക് 8 എന്ന് കിട്ടി. ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? 8 എന്ന് കിട്ടി. ഇനി സ്ലാൻഡ് ഹൈറ്റ്, ഇവിടെ 6 ഇവിടെ 8 വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് നിയമ പ്രകാരം ഇവിടെ 10. 6ഉം 8ഉം വന്നാൽ പിന്നെ പൈതഗോറസിൽ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്യേണ്ട. 6 8 വന്ന 10, 3 4 വന്ന 5 അല്ലേ? റെഡി. അടുത്തത് 12 5 വന്ന 13, 24 10 വന്നാൽ 26. ഓർത്ത് വെക്കാം, പൈതഗോറൻ ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8ഉം 10ഉം കിട്ടി. 8ഉം 10ഉം കിട്ടി. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. എൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 10 എന്നും കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ, ടോട്ടൽ വോളിയം ഓഫ് ദിസ് സോളിഡ്. ഇതിന് ടോട്ടൽ വോളിയാണ് വേണ്ടത്, മൊത്തത്തിലുള്ള വോളിയം. അപ്പോൾ രണ്ടിൻ്റെയും വോളിയം കണ്ടുപിടിക്കണം. രണ്ടിൻ്റെയും വോളിയം നമുക്ക് വേണം. ആദ്യം നമുക്ക് ഹെമിസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹെമിസ്ഫിയറിൻ്റെ വോളിയം 2/3 πr ക്യൂബാണ്. 2/3 πr ക്യൂബ്. 2/3 π ഇൻറ്റു r എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 ക്യൂബ്. 2/3 π ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണ്. ഈ 6ഉം ഈ 3യും വെട്ടി എത്രയായി? 2 ആയി. റെഡി. 6 ഇൻറ്റു 6 36. 36 ഇൻറ്റു 2 72. 72 ഇൻറ്റു 2 144 π സെൻറ്റിമീറ്റർ ക്യൂബായിട്ടുണ്ട് ഹെമിസ്ഫിയറിൻ്റെ വോളിയം. ഇനി ആരുടെ വോളിയം? ഇത് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിൻ്റെ വോളിയം അർദ്ധഗോളം. ഇനി ആരാണ് അവിടെ? വൃത്തസ്തൂപിക കോൺ. കോണിൻ്റെ വോളിയം. കോൺ അഥവാ വൃത്തസ്തൂപിക എന്താണ്? 1/3 πr സ്ക്വയർ എച്ച്. 1/3 π ഇൻറ്റു വൃത്തസ്തൂപികൻ്റെ റേഡിയസ് എത്രയാണ്? വൃത്തസ്തൂപികൻ്റെ റേഡിയസ് നമുക്കറിയാം 6 ആണ് അല്ലേ? 6 സ്ക്വയർ ഇൻറ്റു എച്ച് നോക്കി നിങ്ങൾ, എച്ച് 8 ആണ്. കൊടുത്തു 1/3 π ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 8 ആണ്. സിമ്പിൾ അല്ലേ? 6ഉം 3യും കട്ട് ചെയ്താൽ എത്ര വന്നു മക്കളെ? 2 എന്ന് വന്നു. ഈസിയാണ്, 2 എന്ന് കിട്ടി. ഇനി ഡയറക്റ്റ് ഇൻറ്റു ചെയ്തോളൂ. 2 ഇൻറ്റു 8 ചെയ്യാം. 2 ഇൻറ്റു 8 എന്ന് വന്നു 16 അല്ലേ? 16 ഇൻറ്റു 8 ചെയ്ത് നോക്ക്. 16 ഇൻറ്റു 8 16 ഇൻറ്റു 8 എത്ര വരും? 8 ഇൻറ്റു 6 48. ബാക്കി 4, ഒരു 8 8ഉം 4 12 128 എന്ന് വന്നു. റെഡി അല്ലേ? 6 ഇൻറ്റു 8 48. ശിഷ്ടം 4 കൊടുത്തു. ഒരു 8 4 12 128 π സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മൾ എന്ത് മക്കളെ? ഈ ഒരു വൃത്തസ്തൂപിക, ഈ ഒരു കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128. നമ്മൾ ചോദിച്ചത് ടോട്ടൽ വോളിയം ഓഫ് ദി സോളിഡ് ആണ്. ഈ മൊത്തം രൂപത്തിൻ്റെ വോളിയമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 സാധനം, അർദ്ധഗോളത്തിൻ്റെ വോളിയം കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൃത്തസ്തൂപികയുടെ വ്യാപ്തവും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ടോട്ടൽ വോളിയം കിട്ടാൻ. ടോട്ടൽ വോളിയം 144 π പ്ലസ് 128 π. രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 128ഉം 144. കൂട്ടി നോക്കണം ചങ്ങായിമാരെ. 8ഉം 4ഉം 12. ശിഷ്ടം 1 അല്ലേ? 1 2 കൂട്ടിയാൽ 3 3 4 എത്രയായി? 7. ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്.
ശരി തന്നെ ആയിരിക്കും അല്ലേ? 272 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നുകൂടി ആഡ് ചെയ്ത് നോക്കണേ, റീചെക്ക് ചെയ്യണം, തെറ്റിപ്പോയത്. 8ഉം 4ഉം കൂട്ടിയാൽ 8ഉം 4ഉം കൂട്ടിയാൽ 12, ശിഷ്ടം 1 ഉണ്ട്. 2ഉം 4ഉം 6, 6 കൂട്ടിയാൽ 7. ഇനി 2ഉം 270. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കാണ്ട് കാൽക്കുലേഷനാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, സാർ ഒറ്റ ടേക്കിലായിട്ട് പറയുകയാണ്, അതുകൊണ്ടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ്. ഈ ഒരു ഷേപ്പിന് ടോട്ടൽ സർഫസ് ഏരിയ വേണം. പകുതിയിലധികം കുട്ടികളും അല്ലെങ്കിൽ 80% മക്കളും തെറ്റിക്കുന്ന സാധനം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് കേൾക്കും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? പറഞ്ഞോളൂ, πr² + πrl എടുക്കും. ദെൻ ഹെമിസ്ഫിയർ ഉണ്ട്, ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 3πr². അത് രണ്ടും കൂടി എടുത്താണ് ചെയ്യും. അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 3πr² ആണ്. അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 3πr² ആണ്. പിന്നെ വൃത്തസ്തൂപികയുടെ എത്രയാണ്? പറഞ്ഞോളൂ, πr² + πrl ആണ്. അപ്പോൾ കുട്ടികൾ ചെയ്യുന്ന കാര്യം, രണ്ടിനും ടോട്ടൽ സർഫസ് ഏരിയ ആണല്ലോ എന്ന് കരുതി ഇത് രണ്ടും കൂടി അങ്ങോട്ട് എടുക്കും. പക്ഷേ രണ്ടിൻ്റെ എടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിയാണ്, ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഷേപ്പ് ഉണ്ട്, ഇങ്ങനെ ഷേപ്പ് ഉണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഭാഗവും പോയി, ഇതിൻ്റെ ഈ ഭാഗവും പോയി. അതുപോലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഈ രണ്ടിൻ്റെയും ബേസ് ഏരിയകൾ നഷ്ടപ്പെടുന്നുണ്ട്. സർഫസ് ഏരിയ ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്. സർഫസ് ഏരിയ ചോദിക്കുമ്പോൾ രണ്ടിൻ്റെ ബേസ് ഏരിയയും പോകും. പക്ഷെ വോളിയം ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്. വോളിയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും എന്നൊക്കെയാണ്. അപ്പം ടോട്ടൽ രണ്ടിൻ്റെ വോളിയം എടുത്ത് നമ്മൾ നേരെ ചെയ്യണം. സർഫസ് ഏരിയ ചോദിച്ചാൽ രണ്ടിൻ്റെ ബേസ് ഏരിയയും ഒഴിവാക്കാം. രണ്ടിന് കർവ്ഡ് മാത്രം എടുത്ത് കളിക്കാം. രണ്ടിന് പാദപ്പരപ്പളം ഒഴിവാക്കുക. എന്നിട്ട് രണ്ടിന് എന്ത് നോക്കുക? വക്രപ്പരവ് മാത്രം കളിക്കാം. രണ്ടിന് വക്രപ്പരപ്പളം നോക്കി കഴിഞ്ഞാൽ ഒന്നിൻ്റെ വക്രപ്പരപ്പളം എന്താണ്? ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഒന്നിൻ്റെ വക്രപ്പരപ്പളം എന്താണ്? πrl ആണ്. πrl. അപ്പോൾ π × റേഡിയസ് 6 ആണ്. അപ്പം 6 × L എത്രയാണ്? സ്ലാൻഡ് ഹൈറ്റ് 10 ആണ്. തെറ്റിപ്പോയത് മെഷർമെൻറ്റ്. ഓക്കെ, 10 കൊടുത്തു. അപ്പോൾ 60 പൈ എന്ന് കിട്ടി. എന്ത്? കോണിൻ്റെത്. ഈ ചെങ്ങായിൻ്റെത് കോണിൻ്റെത് കിട്ടി. ഇയാളില്ലട്ടോ, കർവ്ഡ് മാത്രമേ ഉള്ളൂ. അടുത്തത് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ ഈ ചെങ്ങായിയാണ്. പക്ഷെ ഇയാളില്ല, ഒട്ടിപ്പിടിച്ചടിയിൽ. അപ്പോൾ ബേസ് ഏരിയ ഇല്ല. അപ്പോൾ ഇയാളാണുള്ളത്. അപ്പം നേരെ എന്താണ്? ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ 2πr² ആണ്. 2πr². അപ്പോൾ 2π × റേഡിയസ് എത്രയാണ്? റേഡിയസ് നോക്കിക്കോളൂ, 6 തന്നെയാണ്, തിരക്കില്ല, 6. അപ്പോൾ 6² ആണ്. സോ 2π × 6² 36 ആണ്. സോ 2π × 36 72 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. മറന്നുപോയി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ സർഫസ് ഏരിയ ആയി. ഇപ്പോഴാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ്. ആകെ ഉപരിതല പരപ്പളവ് രണ്ടും കൂടി കൂട്ടിക്കളി. 60 പൈ + 132 പൈ = 132 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ആൻസർ. പല കുട്ടികളും തെറ്റിക്കും. എങ്ങനെ അറിയും? ഈ പൈ കണ്ട് എഴുതാൻ മറക്കും. അപ്പോൾ സാറേ പൈ പോയി എന്ന് കരുതി മാർക്ക് പോകുമെന്ന് ചോദിക്കും. മക്കളെ, പൈൻ്റെ വാല്യൂ എന്താണ്? 3.14 ആണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, 132 × 3.14 എന്ന് പറഞ്ഞാൽ 132 തുല്യമാണോ? അല്ല, 132 ത്രൈസ് വരുന്നുണ്ട്. അത് ഏകദേശം 400ലേക്കും 500ലേക്കും വന്നു. എത്ര മാറ്റമുണ്ട്? 100 രൂപയ്ക്ക് പകരം നിങ്ങൾക്ക് 500 രൂപ തന്നാൽ എങ്ങനെ ഉണ്ടാവും? സമ്മതിക്കും? ഇല്ല. അതുപോലെയാണ്. പൈ പോയാൽ പൈയല്ല പോണത്, അതിൻ്റെ ത്രൈസ് നഷ്ടപ്പെടുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 5 മാർക്കിന് ഞാൻ പ്രതീക്ഷിക്കുന്ന 5 മാർക്കിൻ്റെ പബ്ലിക് എക്സാമിൽ വരുന്ന സോളിഡ്സിലെ ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. മറന്നുപോയത്. മറ്റൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ശുഭപ്രതീക്ഷയോടുകൂടി ഇവിടെ വാങ്ങുന്നു. താങ്ക് യു സോ മച്ച്.